ഇന്ന് നമ്മളുടെ മുന്നിലുള്ളത് കേരളത്തിൻ്റെ ടെന്നീസ് ബോളിൻ്റെ രണ്ട് ടെറർ ഓൾറൗണ്ടേഴ്സാണ്. ഒന്ന് ഫിറാസ് ഫ്രം കണ്ണൂർ, ഒന്ന് റമീസ് മലപ്പുറം. നമ്മളിന്നിവിടെ ഒരാളെ പറ്റി, ഒരു ടെന്നീസ് ബോളിൻ്റെ ഒരുപാട് നാളുകളായി ഇന്ന് കേരളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന, കേരളത്തിൽ നിന്നല്ല ഇന്ത്യയുടെ ജേഴ്സിയിൽ വരെ കളിച്ച ഒരു വ്യക്തിയെ പറ്റിയിട്ടാണ്. കണ്ണൂരുകാരനാണ്, തലശ്ശേരിക്കാരനാണ്. നമ്മൾ കണ്ണൂരുകാരനോട് തന്നെ ചോദിച്ചു തുടങ്ങാം. നമ്മളെ നംഷിക, കേരളത്തിലെ ഒരുപാട് വേദികൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു വ്യക്തിയെ പറ്റിയിട്ട് ഫിറാസിന് എന്താണ് പറയാനുള്ളത്? നംഷിഖാനെ പറ്റി പറയുമ്പോൾ ഞാൻ നംഷിഖാന്ന് വിളിക്കരുത്. കാരണം എനക്കൊന്ന് ഞാൻ ചെറുപ്പം തൊട്ട് കേട്ട് നമ്മൾ ചെറുപ്പം കളി തുടങ്ങിയ കാലം തൊട്ട് കേൾക്കുന്നൊരു പേരാണ് നംഷീൻ. കാരണം എനിക്കൊന്ന് പരിചയപ്പെട്ട് 2013 ഖത്തറിൽ കേരള പ്രീമിയർ ലീഗ് എന്നിട്ട് ടൂർണമെൻറ്റ് കളിക്കാൻ പോയപ്പോഴും മുപ്പരെ പരിചയപ്പെട്ട്. പിന്നെ ഏകദേശം എനിക്കൊന്ന് 2016-15 ഹീറോ കപ്പ് എന്നാണ് കൂടുതലും അടുത്ത ഒരു ടീമിൽ പുഞ്ചിരി സിസിക്ക് വേണ്ടി കളിച്ചത്. അതിനുശേഷം സ്ഥിരമായിട്ട് ഒരു ടീമിൽ ഒന്നിച്ച് ഒരേട്ടനെ പോലെ കൂടിയുണ്ട് ഒരാളാണ്. അതെ, നംഷികയുടെ കൂടെ കളിക്കുമ്പോഴുള്ള ആ ഒരു എക്സ്പീരിയൻസ് എന്താണ് ഫിറാസിൻ്റെ? ഒരു 9 വർഷക്കാലത്തോളം ഒരുമിച്ച് കളിച്ചു. ആ ഒരു സമയത്തുള്ള ആ ഒരു എക്സ്പീരിയൻസ് എന്താണ്? ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് തന്നെ, ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂപ്പര് എന്താ പറയുക, നമ്മളൊരു ഗുരുവിനെ പോലെ, ടെന്നീസ് ബോളിൽ നമ്മളൊരു ഗുരുവിനെ പോലെ എപ്പോഴും കൂടെ ഉണ്ടാകുന്നു. എപ്പോഴും കൂടെയുണ്ട്. എല്ലാ എന്താ പറയുക, നമ്മൾ അപ്പ് ആൻഡ് ഡൗൺസിൽ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന ഒരാൾ. നമ്മളെല്ലാം എന്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും ഞാനെന്താ തെറ്റ് ചെയ്താലും വിളിച്ച് ചീത്ത പറയാൻ പിടിക്കാനുള്ള ഒരാളെ ക്രിക്കറ്റിലായാലും ജീവിതത്തിലായാലും. നംഷിക എന്നുള്ള പേര് കേരളത്തിൻ്റെ ടെന്നീസ് ബോളിൽ കേൾക്കുന്ന സമയത്ത് റമീസ് R6 എന്താണ് ആ ഒരു വ്യക്തിയെ പറ്റിയിട്ട്, ക്രിക്കറ്റിലായിക്കോട്ടെ ക്രിക്കറ്റിന് പുറത്തായിക്കോട്ടെ, എന്താണ് നംഷികയെ പറ്റി പറയാനുള്ളത്? നംഷിഖാനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ക്രിക്കറ്റിലാണെങ്കിലും പുറത്താണെങ്കിലും നമ്മളോട് ഒരു ബ്രദറെ പോലെയാണ്. ഫസ്റ്റ് ടൈം ബാംഗ്ലൂർ ഒരു കളിക്ക് വേണ്ടി പോയപ്പോഴാണ് നംഷിഖാൻ്റെ കൂടെ ഒരുമിച്ച് ഒരു റൂമിൽ നിൽക്കാനുള്ള ഒരു അവസരം കിട്ടിയതും. അന്ന് മുതലാണ് ഈ പറഞ്ഞ പ്ലെയർ എങ്ങനെയാണ്, മൂപ്പരെ ക്യാരക്ടർ എന്താണ് എന്നുള്ള ഒരു ഇതൊക്കെ നമുക്ക് കിട്ടിയത്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എവിടെ കളിക്കാൻ പോകുന്നുണ്ടെങ്കിലും നമ്മൾ കൂടെ ഒരാളുണ്ടാകുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അതിപ്പം അന്ന് മുതലാണ് നമുക്ക് മൂപ്പരുമായിട്ടുള്ളൊരു ബന്ധം ഉണ്ടായിരുന്നത്. നംഷികയുടെ ഒരുപാട് ഇന്നിങ്സുകൾ ഫിറാസ് കണ്ടിട്ടുണ്ട്. അതിൽ ഫിറാസിക്കാരുടെ മനസ്സിൽ നംഷി എന്നുള്ള ആ ഒരു പേര് ഒരുപാട് സ്പർശിച്ചു പോയൊരു ഇന്നിങ്സ് ഏതായിരിക്കും? നമ്മൾ ഫാനായി പോയൊരു ടൂർണമെൻ്റ് ഉണ്ട്. അത് നമ്മളെ KMCC ഇൻഡോർ ഫൈനൽ 2015 ആഷസിന് അഗെയിൻസ്റ്റ് ഒരു റണ്ണിനേറ്റം തോറ്റൊരു കളി. അതൊരു അബാൽ ഇന്നിങ്സ്. അന്ന് നംഷികയുടെ ഞാൻ നേരം കളി എന്താ പറയുക പുറത്ത് വന്നിട്ടില്ല. നമ്മൾ കളി കാണുന്ന സമയം ഞാനിപ്പോൾ അടുത്ത സ്റ്റാർട്ട് 2012-13 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതന്നെ ക്രിക്കറ്റ്. പിന്നെ പുഞ്ചിരി എന്ന് പറഞ്ഞ ടീമിലേക്ക് വന്നതിന് ശേഷം കൂടുതൽ അടുത്താണ്. പക്ഷേ ആ ഒരു ഇന്നിങ്സ് അബാൽ ഇന്നിങ്സ്. നംഷിക ഇന്ന് കേരളത്തിലെ ഓൾറൗണ്ടേഴ്സിൻ്റെ ലിസ്റ്റിൽ ഇപ്പോഴും ഒരു നാമം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ താങ്കളുടെ ആ ഒരു വ്യക്തിയുടെ ആ ഒരു പേര് ഇപ്പോഴും കേരളത്തിൻ്റെ ടെന്നീസ് ബോൾ, കേരളത്തിലെ നിന്നല്ല ഒരുപാട് വേദികളുടെ നെറുകയിലുണ്ട്. അപ്പോൾ ഈ നംഷി തലശ്ശേരി എന്നുള്ള ആ ഒരു പ്ലെയർ എങ്ങനെയാണ് വന്നതെന്നുള്ളത് ഇന്നും പല ക്രിക്കറ്റേഴ്സിനും അറിയില്ല. എവിടെയാണ് നംഷി എന്നുള്ള പേര് തുടങ്ങി ഇന്ന് എങ്ങനെ എത്തി നിൽക്കുന്നു? ആ ഒരു തുടക്കം എങ്ങനെയാണ്? എൻ്റെ സ്റ്റാർട്ടിങ് നമ്മുടെ നാട്ടിൽ തലശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരുപാട് നല്ല പ്ലേയേഴ്സ് ഉള്ളൊരു സ്ഥലമാണ്. തലശ്ശേരി കണ്ണൂർ അയക്കാനുള്ള ഒരുപാട് നല്ല പ്ലേയേഴ്സ് ഉള്ളൊരു ഏരിയ ആയിരുന്നു മലബാറിൽ, തലശ്ശേരി കണ്ണൂർ. അപ്പം അതിൽ ഒരുപാട് പ്ലേയേഴ്സിനെ എന്താ പറയുക, എൻ്റെ ഫാമിലിയിലായാലും ഒരുപാട് നല്ല പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ പോലെ കളിച്ച് അവരെ പോലെ ആവണം എന്നുള്ളൊരു എന്താ പറയുക ഒരു ആഗ്രഹമായിരുന്നു എന്നെ ക്രിക്കറ്റിലേക്ക് എത്തിച്ചത്. പിന്നെ സ്കൂൾ സെലക്ഷനും കാര്യങ്ങളൊക്കെ പോകാറുണ്ടായിരുന്നു. അതിലൊന്നും എന്താ പറയുക ക്രിക്കറ്റ് ബോളിൽ കൂടുതൽ പെർഫോമൻസ് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ട് പോലും ആ ടൈമിൽ നമുക്ക് കിട്ടിയിരുന്നില്ല. അപ്പോൾ സെലക്ഷനൊന്നും കിട്ടിയിരുന്നില്ല. പിന്നെ ടെന്നീസ് ബോളിൽ തന്നെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പിന്നെ എല്ലാ ടൂർണമെൻറ്റ്സും കളിക്കാൻ പോകും. അങ്ങനെ പോയി എന്താ പറയുക ഒരു നല്ല ടീമിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് അന്നേരം തലശ്ശേരിയിലെ നല്ല ടീമായിരുന്നു റോങ് തലശ്ശേരി, അതുപോലെ പുഞ്ചിരി. ഇപ്പോഴത്തെ പുഞ്ചിരി അന്നേരം മണിയറ CC എന്നായിരുന്നു പേര്. അപ്പോൾ അതിലേക്കെല്ലാം എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ഒരുപാട് എന്താ പറയുക ആൾക്കാരോട് ചോദിക്കലായിരുന്നു എന്നെ ചാൻസ് തരുമോ എന്ന് ചോദിച്ചിട്ട്. പക്ഷേ ചാൻസ് എന്തായാലും കിട്ടില്ല. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രയത്നിച്ച് പിന്നെ ചെറിയ ചെറിയ ടൂർണമെൻറ്റ്സിൽ അറ്റൻഡ് ചെയ്ത്. അപ്പോൾ നാട്ടിൽ തന്നെ ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിൻസിയർ എന്ന് പറഞ്ഞിട്ടൊരു ടീം ഉണ്ടായിരുന്നു. അതിൽ കളിച്ച് അതിൽ പെർഫോം ചെയ്ത് പിന്നെ എന്താ പറയുക ഈ ടീമിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി നല്ലോണം പ്രയത്നിച്ചിട്ട് ആയിരുന്നു പിന്നെ എന്താ പറയുക ഈ റോങ്ങും അതുപോലെ പുഞ്ചിരി CC എന്ന് പറഞ്ഞ ടീമിലേക്ക് എത്തിപ്പെട്ടത്. അതിനുശേഷമാണ് എന്താ പറയുക പുറത്തേക്ക് കളിക്കാൻ വരാൻ തുടങ്ങിയത്. ട്രിവാൻഡ്രത്തായാലും മലപ്പുറത്തായാലും അങ്ങനെ കേരളത്തിലെ പല സ്ഥലങ്ങളിൽ. ഓക്കെ, ഇന്ന് നമ്മളുടെ യൂട്യൂബിലടക്കം ഒരു വീഡിയോ ഇപ്പോഴും താങ്കളുടെ ലെഗ് സ്റ്റമ്പിന് പുറത്ത് അകത്തേക്ക് വരുന്നൊരു ബോളിൻ്റെ ആ ഒരു വീഡിയോ ഭയങ്കര വൈറലാണ്. അപ്പോൾ ഈ കേരളത്തിൽ ക്രിക്കറ്റ് ബോളിൽ തുടങ്ങിയൊക്കെ ക്രിക്കറ്റ് ബോളിൽ ലഭിക്കാത്ത
ആ സ്ഥാനത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്തതോടുകൂടിയാണ് ടെന്നീസ് ബോളിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം. അല്ലെങ്കിൽ എന്തായിരിക്കും താങ്കൾ ആ ഒരു വ്യത്യസ്തമായൊരു ചിന്ത അല്ലെങ്കിൽ വ്യത്യസ്തമായ ഒരു രീതിയിൽ ഒരു ബോളിനെ മറ്റൊരു രീതിയിലേക്ക് ചലിപ്പിക്കാനുള്ള ആ ഒരു പ്ലാനും കാര്യങ്ങളും അതെങ്ങനെയായിരുന്നു അതിലേക്കൊരു വരവ്? അതായത് വേഗതയിൽ നിന്ന് കട്ടറിലേക്ക് വന്നപ്പോൾ അതിന് വ്യത്യസ്തമായൊരു ബൗളിംഗ് ആക്ഷൻ, ഇതൊക്കെ എങ്ങനെയായിരുന്നു പെട്ടെന്ന്? ഞാൻ 2007, 2008 കാലഘട്ടത്തിലാണ് ഞാൻ ഉടുപ്പിയിൽ കളിക്കാൻ പോകാറുണ്ടായിരുന്നു. ഉടുപ്പിയിൽ AK സ്പോർട്സ് ഉടുപ്പി എന്ന് പറഞ്ഞ ടീമിന് ഒരു 2-3 കൊല്ലം ഞാൻ ഇവിടെ കളിച്ചിട്ടുണ്ടായിരുന്നു ഒരു ടീമിന് വേണ്ടിയിട്ട്. അപ്പോൾ അവിടുന്ന് എന്താ പറയുക, ഒരു വിഷ്ണുമൂർത്തി എന്ന് പറഞ്ഞൊരു ബോളറുണ്ട് അവിടുത്തെ. അവരെ ബോളിങ് കണ്ടിട്ടാണ് ഞാനത് പഠിക്കുന്നത്. പഠിച്ചതിന് ശേഷമാണ് കേരളത്തിൽ ഫസ്റ്റായി വന്ന് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കേരളത്തിൽ വന്ന് ഒരുപാട് ടൂർണമെൻറ്റ്സ് ഇല്ല, പ്രാക്ടീസ് മാച്ചസ് കുറേ എറിഞ്ഞ് നോക്കി ഏകദേശം 2-3 മാസം ട്രെയിൻ ചെയ്തിട്ട് അതിന് ശേഷമാണ് ടൂർണമെൻറ്റിൽ ഞാനിത് എന്താ പറയുക എറിഞ്ഞ് നോക്കാൻ തുടങ്ങിയത്. അപ്പോൾ നന്നായിട്ട് ബോൾ ആ ടൈമിൽ നന്നായിട്ട് എറിയുമ്പോൾ നല്ല ബൗൺസും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ബോൾ നല്ലോണം സ്കിഡ് ആവുമായിരുന്നു. പിന്നീട് എന്താ പറയുക ഹാർഡ് ബോളിലേക്ക് വന്നപ്പം സോഫ്റ്റ് ബോളിൻ്റെ ആ ഒരു റിതം പോയി ണ്ട്. ട്രിവാൻഡ്രത്തുനിന്നല്ല നമ്മളെ തലശ്ശേരിയിലായാലും എല്ലായിടത്തും ഇപ്പം എന്താ പറയുക കട്ടർ ബോൾ ഇത് തന്നെ ഈ നെക്കിൾ ബോളാണ് കൂടുതലും യൂസ് ചെയ്യുന്നത് എല്ലാവരും. ബാറ്റിങ്ങും ചെയ്യാറുണ്ട്, ബോളിങ്ങും ചെയ്യാറുണ്ട്. അപ്പോൾ ക്രിക്കറ്റിൻ്റെ തുടക്കം ഒരു ബാറ്റ്സ്മാനായിട്ടായിരുന്നു വന്നത് അതോ ഒരു ബോളറായിട്ടാണോ വന്നിരുന്നത്? ഞാൻ പേസ് ബോളറായിട്ട് വന്നതായിരുന്നു. എന്താ പറയുക അത്യാവശ്യം ബാറ്റ് ചെയ്യും, എന്നാലും പേസ് ബോളറായിരുന്നു. പേസ് എറിഞ്ഞ് നല്ല എന്താ പറയുക ഞാൻ പറഞ്ഞ പോലെ എൻ്റെ നാട്ടിലെ ആദ്യത്തെ ആ ടീമിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നന്നായിട്ട് എറിയുന്ന ഒരു പേസ് ബോളറായിരുന്നു. പിന്നെ ഈ ടീമിലേക്ക് എത്തിപ്പെട്ടതിന് ശേഷം പിന്നെ ഒരു ടൂർണമെൻറ്റിൽ ഞാൻ പെട്ടെന്ന് ബാറ്റ്സ്മാനായിട്ട് മാറിയതാണ്. കാരണം എന്താ പറയുക ഒരു ടൂർണമെൻറ്റിൽ ഒരു മാച്ചിൽ 5 6 വേണ്ട ഒരു സ്ഥലത്ത് ഞാൻ അടിച്ച് ആ കളി വിന്നായതിനു ശേഷമാണ് ഞാൻ ഒരു ബാറ്റ്സ്മാനിലേക്ക് എത്തിയതിന് ശേഷം പിന്നെ ഒരു ബാറ്റ്സ്മാനായിട്ട് ഓൾറൗണ്ടറായിട്ടാണ് പിന്നെ പേസ് ബോളും ബാറ്റിംഗ് എന്ന നിലയിൽ കുറേ കാലം അങ്ങനെ പോയി. അതിനുശേഷമാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ഉടുപ്പിയിൽ പോയിട്ട് ഈ ബോളിങ് കണ്ടുപിടിച്ചത്. അതിനുശേഷമാണ് പിന്നെ ഈ ചൊട്ട് ബോൾ എറിയാൻ തുടങ്ങിയത്. ഒരു അവസരം ചോദിച്ചിടത്ത് നിന്നും നമ്മളൊക്കെ സ്വപ്നം കാണുന്ന ഇന്ത്യയുടെ ജേഴ്സിയിൽ വരെ എത്തിയതിൻ്റെ ആ ഒരു അനുഭവം എന്താണ്? അത് ഇൻഡോർ ക്രിക്കറ്റ് എന്നുള്ളത് നമ്മൾ ഈ ടെന്നീസ് ക്രിക്കറ്റിനേക്കാളും വലിയ ഒരു എന്താ പറയുക ഒരു ഇൻ്റർനാഷണൽ ഫോർമാറ്റാണ്. കാരണം ഔട്ട്ഡോർ വേറെ ഇൻഡോർ വേറെ. പക്ഷേ നമ്മൾ ഇൻഡോർ എറണാകുളം കളിക്കുന്ന ഇൻഡോർ അല്ല, അതിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കോർട്ടിൻ്റെ ഉള്ളിലുള്ള കളിയാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നത് വെച്ചാൽ നമ്മളെ മൂസിൻ ഉണ്ടല്ലോ, തലശ്ശേരിയിൽ മൂസിൻ. പിന്നെ അവനാണ് ഈ ടൂർണമെൻറ്റ് നമുക്ക് ഫസ്റ്റ് നമ്മൾ ഓൾറെഡി ഈ ടൂർണമെൻറ്റ് ഇതേപോലത്തെ ഈ ഫോർമാറ്റിലെ ടൂർണമെൻറ്റ് ദുബൈയിൽ നിന്ന് കളിച്ചിട്ടുണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്. കുറേ ടൂർണമെൻറ്റ്സ് തലശ്ശേരി ഉണ്ടെന്ന് ഒരുപാട് ടൂർണമെൻറ്റ്സ് കളിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട് അവിടെ. പിന്നെ അത് പുറമെ പിന്നെ എന്താ പറയുക ഈ ടൂർണമെൻറ്റ് ഇങ്ങനെ കൊച്ചിയിൽ അനൗൺസ് ചെയ്തതിന് ശേഷം നമ്മളൊരു ടീമായിട്ട് KP എന്ന് പറഞ്ഞ പേരിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് നമുക്ക് സെലക്ഷൻ കിട്ടി, ടീമിന് മൊത്തം സെലക്ഷൻ കിട്ടി. നമ്മൾ ബാംഗ്ലൂർ സെലക്ഷന് പോയി. ബാംഗ്ലൂർ സെലക്ഷന് പോയിട്ട് ആഷിഖ് അലി, റമീസ്, ഞാൻ പിന്നെ നമ്മുടെ ടീം മൊത്തം ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് പിന്നെ 2 ലാസ്റ്റ് സെലക്ഷൻ ഫൈനൽ സ്ലോട്ടിലേക്ക് 2 സെലക്ഷൻ വരുന്നത്. അതിൽ റമീസും ഉണ്ടായിരുന്നു. റമീസിൻ്റെത് പിന്നെ എന്തോ കാരണത്താൽ അത് മാറിപ്പോയതാണ്. എന്തോ ചെറിയൊരു മിസ്റ്റേക്കിൽ അത് മാറിയത്. റമീസ് അടുത്ത കൊല്ലം ടീമിൽ ഉണ്ടാവേണ്ട ഒരു പ്ലെയറായിരുന്നു. പിന്നെ അത് ലാസ്റ്റ് സ്ലോട്ടിലാണ് എനിക്കും മൂസിക്കും ആ ഒരു വേൾഡ് കപ്പ് കളിക്കാനുള്ള ഒരു സെലക്ഷൻ കിട്ടിയത്. ഒരവസരം ചോദിച്ചിടത്ത് നിന്ന് ഇന്ത്യയുടെ ഇൻഡോർ വേൾഡ് കപ്പ് വരെ കളിച്ചു. ആ ഒരു അനുഭവം എങ്ങനെയായിരുന്നു നംഷിക? ആ സമയത്ത് ആ ഒരു ഇത് കിട്ടിയപ്പോൾ നംഷികക്ക് എങ്ങനെയായിരുന്നു മനസ്സിലുള്ള ആ ഒരു എന്താണ് ആ ഒരു എക്സൈറ്റ്മെൻറ്റ്? ഫാമിലിയോടൊപ്പം ഷെയർ ചെയ്യുന്ന അതൊക്കെ ഒരു വലിയ മുഹൂർത്തമാണ്. അതെന്തായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ആ ഒരു മൊമെൻറ്റ്, അത് കേട്ടപ്പോൾ ഉണ്ടായിരുന്ന മൊമെൻറ്റ്? സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുള്ള ഒരു സംഭവമാണ്. കാരണം എൻ്റെ ഉമ്മ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചൊരു കാര്യമാണ് ഞാനിങ്ങനെ കളിക്കാൻ പോകുന്നതല്ലാണ്ട് ഉമ്മ ആഗ്രഹിച്ചൊരു സംഭവം നമ്മളും എന്താ പറയുക ഇങ്ങനെ TV കാണണം. അങ്ങനത്തെ ഒരു സത്യം പറഞ്ഞാൽ ഭയങ്കര എന്നേക്കാൾ കൂടുതൽ ആഗ്രഹിച്ചത് എൻ്റെ ഉമ്മയായിരുന്നു. അപ്പോൾ ആ സിറ്റുവേഷനിൽ അങ്ങനെ ഒരു സംഭവത്തിൽ ഞാൻ എത്തിപ്പെട്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തന്നെ സ്വപ്നം കാണാൻ പറ്റാത്തൊരു സംഭവമായിരുന്നു. കാരണം എന്താ പറയുക ഉമ്മ ആഗ്രഹിച്ചതുപോലെ അതിലല്ലെങ്കിലും അതേപോലത്തെ ഒരു ഇന്ത്യൻ ജേഴ്സി അണിയാൻ പറ്റി. അതെന്നെ ഭയങ്കര സന്തോഷമാണ്. അതിനുശേഷം ഞാൻ തിരിച്ച് വന്നതിന് ശേഷം ഓസ്ട്രേലിയ വേൾഡ് കപ്പ് കളിച്ച് വന്ന് ഏകദേശം 2 ആഴ്ച നമുക്ക് ഉമ്മ മരണപ്പെട്ട്. അതും എന്താ പറയുക എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സങ്കടം ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. കാരണം ഇതിനായിട്ട് എന്താ പറയുക കാത്തു നിന്നൊരു ഇതുപോലെയായിരുന്നു ഉമ്മാൻ്റെ മരണം. കാരണം എന്താ പറയുക ഞാൻ എടി എത്തിപ്പെട്ട് ഉമ്മാൻ്റെ പ്രാർത്ഥന കൊണ്ടെത്തി. ഞാൻ തിരിച്ചു വരുമ്പോൾക്ക് 2 ആഴ്ച നമുക്ക് ഉമ്മ എന്താ പറയുക ഇവിടുന്ന് ലോകത്തോടും വിട പറഞ്ഞ്. അത് എനിക്ക് എന്താ പറയുക ഒരുപാട് സങ്കടം ഉണ്ടാക്കിയൊരു കാര്യമായിരുന്നു എൻ്റെ ലൈഫിൽ. ഒരേ സമയം സന്തോഷവും ഒരേ സമയം സങ്കടം ഉണ്ടാക്കിയൊരു മൊമെൻ്റാണ്. ആ ഇന്ത്യൻ ടീമിൻ്റെ ജേഴ്സിയിൽ കളിച്ച സമയത്ത് ഒരു എക്സ്പീരിയൻസ് എന്താണ്? അവിടെ ടൂർണമെൻറ്റ് കളിച്ചപ്പോഴും ഇവിടെ കളിച്ചിട്ടാണല്ലോ ഓൾറെഡി സെലക്ഷൻ കിട്ടിയത്. അവിടെ കളിച്ചപ്പോഴും ഇവിടെ കളിച്ചപ്പോഴും ഉള്ള വ്യത്യാസം എന്തായിരുന്നു? അവിടെ കളിച്ചത് കാരണം 8 കൊല്ലം ഈ വേൾഡ് കപ്പ് നടന്നിട്ടുണ്ട് അവിടെ. അതിൽ 8 കൊല്ലം ചാമ്പ്യൻസ് ആയത് ഓസ്ട്രേലിയ ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യ എന്നുള്ളൊരു ടീം ഇതുവരെ ക്വാർട്ടർ എന്താ പറയുക കടന്നിട്ടില്ല. പക്ഷേ ഇക്കൊല്ലം നമ്മൾ പോയതിന് ശേഷം 3-ാം സ്ഥാനത്തേക്ക് വരെ പ്ലേ ഓഫും കഴിഞ്ഞ് 3-ാം സ്ഥാനത്ത് ഇന്ത്യ എത്തി. അതിൽ മോസ്റ്റ് വിക്കറ്റ് ടേക്കർ ഞാനായിരുന്നു. എനിക്ക് 19 വിക്കറ്റ്
എന്താ പറയുക ഈ ടൂർണമെൻറ്റിലുണ്ടായിരുന്നു. പിന്നെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം വെച്ചാൽ ഈ ഫോർമാറ്റ് തന്നെ ഡിഫറെൻ്റ് ആണ്. കാരണം എന്താ പറയുക നമ്മളൊരു ക്രിക്കറ്റ് ബോൾ ഒരു 20 ഓവറിൽ 50 ഓവേഴ്സ് കളിക്കുന്നതിൻ്റെ ഒരു ഫീലാണ്. കാരണം നമുക്ക് ലൈവാണ് വെച്ചാൽ റെസ്റ്റ് ഇല്ല, ഒന്നുമില്ല. ഡയറക്റ്റ് അതിൻ്റെ ഉള്ളിൽ ഇറങ്ങിയിട്ട് കളിക്കുമ്പോൾ എന്ന് വെച്ചാൽ വെള്ളം കുടിക്കാൻ പോലും ടൈം ഉണ്ടാവില്ല ചിലപ്പോൾ. അപ്പോൾ കണ്ടിന്യൂസ് കളിയാണ് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ആ ഒരു എന്താ പറയുക ഒരു മാച്ച് ഫീൽ വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, ഇന്ന് ഉണ്ടായത് ഒരു ഇമ്പാക്റ്റ് വഹിച്ച ഒരു മാച്ച് അല്ലെങ്കിൽ ഒരു ടൂർണമെൻറ്റ്, ഒരു സീരീസ് ഏതാണ്? മാച്ചസ് ഒരുപാടുണ്ട്. എന്നാലും എനിക്ക് മറക്കാൻ പറ്റാത്ത എൻ്റെ ഒരു എന്താ പറയുക ഒരു ടൂർണമെൻ്റ് എന്ന് വെച്ചാൽ ഇൻഡോറാണ്. ഇൻഡോറിൽ 2011 2015. 2011 ഞാൻ സീരിയസ് ആയിരുന്നു, 2015 ഞാൻ ബെസ്റ്റ് ബാറ്റ്സ്മാൻ അങ്ങനെ എന്തോ ആയിരുന്നു. പക്ഷേ 2015 മാച്ചസ് എന്താ പറയുക ആ മാച്ച് എനിക്ക് തന്നെ എന്താ പറയുക അത് ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. ആ ഒരു ഫൈനൽ മാച്ചിൽ പിന്നെ 130 ചേസിങ്ങിൽ നമ്മൾ 5 വിക്കറ്റ് 6 വിക്കറ്റ് പോയെടുത്തുനിന്ന് എന്താ പറയുക ഞാൻ ആ പെർഫോമൻസ് ചെയ്ത് ആ ടീം ലാസ്റ്റ് ഒരു റണ്ണിന് തോറ്റിട്ടുണ്ടായിരുന്നു. പക്ഷേ അതെനിക്ക് എന്താ പറയുക എൻ്റെ ലൈഫിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇന്നിങ്സ് ആയിരുന്നു എൻ്റെ ലൈഫിൽ മാറി. പിന്നെ ഗൾഫിൽ പോയതിന് ശേഷം 2013 ഞാൻ ഗൾഫിൽ പോയതിന് ശേഷമാണ് പിന്നെ ഹാർഡ് ബോളിലേക്ക് മാറുന്നത്. ഹാർഡ് ബോളിലേക്ക് മാറി പിന്നെ ഹാർഡ് ബോളിൽ തന്നെയായി മാറി. പിന്നെ നാട്ടിൽ വന്ന് സോഫ്റ്റ് കളിക്കാൻ നോക്കുമ്പോൾ പിന്നെ ആ ഒരു റിതം കിട്ടുന്നില്ല. കാരണം ആ ഒരു എന്താ പറയുക മാറുമല്ലോ നമ്മളെ എന്താ പറയുക പ്രാക്ടീസും മറ്റെന്താ പറയുക ബോളും മാറി, അതുപോലെ എന്താ പറയുക നമ്മൾ എറിയുന്ന ആ ഒരു ലെങ്ത്തും ലൈനും എല്ലാം മാറി. എന്താ പറയുക ഒരു ഡിഫറെൻ്റാണ് രണ്ടും കളിക്കുമ്പോൾ, ഹാർഡ് ബോളായാലും സോഫ്റ്റ് ബോളായാലും. ഒരുപാട് സന്തോഷം. ഇപ്പോൾ ക്രിക്കറ്റ് മത്സരങ്ങൾ നമുക്ക് എന്താ പറയുക സാറ്റർഡേ സൺഡേ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഫ്രൈഡേ ഒക്കെ ഉണ്ടാവുള്ളൂ. ഓക്കെ, അവധി ദിവസങ്ങളൊക്കെ ഉണ്ടാവും. അല്ലാത്ത സമയങ്ങളിൽ നംഷികയുടെ എന്താണ് ജീവിതത്തിൻ്റെ ഉപജീവന മാർഗമായിട്ട് എന്താണ് ഇപ്പോൾ? എനിക്ക് സ്വന്തമായിട്ട് ഷോപ്പുണ്ട്, സാൻഡ് സ്പോർട്സ് എന്നാണ് ഷോപ്പിൻ്റെ പേര്. പിന്നെ എനിക്ക് സ്വന്തമായിട്ട് ബ്രാൻഡുണ്ട് N05. അതിൻ്റെ എന്താ പറയുക ഏകദേശം 5-8 കൊല്ലത്തിന് മേലെ ഈ ബ്രാൻഡ് ഞാനിങ്ങനെ കൊണ്ട് പോകുന്നത്. കാരണം ബാറ്റിംഗ് എന്താ പറയുക ഞാൻ ബാറ്റാണ് കൂടുതൽ സെയിൽ ചെയ്യുന്നത്. ബാറ്റ് ആയാലും നമ്മളെ ഷോപ്പിൽ എല്ലാ ക്രിക്കറ്റ് ഐറ്റംസും ഫുട്ബോളും എല്ലാം ഉണ്ട്. പക്ഷേങ്കിൽ എൻ്റെ ഈ ബ്രാൻഡിൽ ഞാൻ ബാറ്റ് സെയിൽ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പം 5-8 കൊല്ലമായി. ഓക്കെ, ജീവിതത്തിൽ ഒരുപാട് ഉയരങ്ങൾ ഉണ്ടാകാൻ സാധ്യത. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഒരുപാട് സന്തോഷം. ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ സാധ്യമാകട്ടെ. ഇനിയും ഒരുപാട് മത്സരങ്ങളും ഒരുപാട് വേദികളും ഇനി അടുത്ത വരാൻ പോകുന്ന ഇൻഡോർ വേൾഡ് കപ്പിലും അവസരം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.